ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വെർബായ ബി. ഈ ബി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വെർബാണല്ലേ, പക്ഷേ അത് വലിയ ഒരു വെർബ് തന്നെയാണ്. അതായത് ഒരുപാട് ഓക്സിലറീസിന്റെ ഒരു അമ്മ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ബി എത്രത്തോളം നമ്മുടെ സെന്റൻസിൽ യൂസ്ഫുൾ ആണ്, എങ്ങനെ അത് യൂസ് ചെയ്യണം, എത്തരത്തിലാണ് അതിന്റെ സെന്റൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഈ ബി എന്ന് പറയുന്നത് അർത്ഥം എന്താണ്? ആവുക എന്നാണ്. അപ്പൊ ബിയുടെ ഒരു കൂട്ടം ഓക്സിലറി ഞാൻ പറയാം. ബി എന്ന് പറയുന്നത് നമ്മൾ പൊതുവായിട്ട് നമ്മുടെ സെന്റൻസിൽ അങ്ങനെ കാണാറില്ല, പക്ഷേ നമ്മൾ ബി എപ്പോഴും യൂസ് ചെയ്യാറുമുണ്ട്. ഏതൊക്കെയാണ്? ബിയുടെ ഫാമിലിയിൽപ്പെട്ടതാണ് ഈസ്, ആറ്, ആം, വാസ്, വേർ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെയിലി സെന്റൻസുകളിൽ യൂസ് ചെയ്യാറുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോ അതാണ് നമ്മുടെ ബി ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് സെന്റൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ സെന്റൻസ് പറയുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പറയും ഇതാണോ ബി യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകൾ എന്നുള്ളത്. അപ്പോ ഈ ബി യൂസ് ചെയ്ത് സെന്റൻസ് പറയുമ്പം നമ്മൾ ആം യൂസ് ചെയ്യുന്നു, ഈസ് യൂസ് ചെയ്യുന്നു, ആറ് യൂസ് ചെയ്യുന്നു, വാസ്, വേർ ഇവ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാറ്? ഐ എം എ സ്റ്റുഡന്റ് എന്ന് പറയും. ഐ ബി എ സ്റ്റുഡന്റ് എന്ന് പറയാറില്ല. ബി ഫാമിലിയിൽപ്പെട്ട ആമിനെ യൂസ് ചെയ്തുകൊണ്ട് ഐ എം എ സ്റ്റുഡന്റ് എന്ന് പറയും. ഓക്കെ, അവൾ എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അവൾ എൻ്റെ സുഹൃത്താണ് എന്ന് പറയാറുണ്ടല്ലോ. ഷീസ് മൈ ഫ്രണ്ട്. ഇവിടെ ഷീ സബ്ജക്റ്റ് ആയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈസ് എന്നുള്ള ഓക്സിലറി യൂസ് ചെയ്യണം. ഈ ഈസ് ഏതാണ്? ബി ഫാമിലിയിൽപ്പെട്ട ഒരു ഓക്സിലറിയാണ്. അപ്പം ഷീ ഈസ് മൈ ഫ്രണ്ട്. ഓക്കെ, അവർ കളിക്കുകയാണ് നമുക്കറിയാം, പക്ഷെ ഇത് ബിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അവസാനം ബിയുടെ മുഴുവനായിട്ടുള്ള യൂസസ് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് ബി എന്താണെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ദേ ആർ പ്ലേയിങ്, അവർ കളിക്കുകയാണ്. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ഇനി ബി യൂസ് ചെയ്യുന്നത് ഇതിന്റെ പാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ബിയുടെ പാസ്റ്റ് എന്ന് പറയുന്നതാണ് വാസ്, വേർ എന്നുള്ളത്. അതായത് ആളെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസാറാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വാസ്, വേറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ വാസ്, വേർ എപ്പോഴും യൂസ് ചെയ്യും? ഒരു കാര്യം കഴിഞ്ഞു പോയതിന് ശേഷം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. വി വർ ഹാപ്പി. വി വർ ഹാപ്പി. വി ബി ഹാപ്പി എന്ന് പറയാതെ വി വർ ഹാപ്പി എന്ന് പറയാം. അപ്പൊ വേർ എന്ന് പറയുന്നത് ബി ഫാമിലിയിൽപ്പെട്ട ഒരു ഓക്സിലറിയാണ്. ഓക്കെ, ഇന്നലെ ഞാൻ ക്ഷീണിതനായിരുന്നു. അല്ലെ, ഇന്നലെ ഞാൻ ക്ഷീണിതനായിരുന്നു. ഇവിടെ എങ്ങനെ ബി യൂസ് ചെയ്ത് പറയാ? ഐ വാസ് ടയേർഡ് യെസ്റ്റർഡേ. ഐ വാസ് ടയേർഡ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ക്ഷീണിതനായിരുന്നു, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത വാസ് എന്ന് പറയുന്നത് ഒരു ബി ഫാമിലിയാണ്. അപ്പോ അവിടെ നമ്മൾ ബി യൂസ് ചെയ്തല്ലോ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബി അല്ല യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേർ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഈ ബി നമ്മൾ എവിടെയെല്ലാമാണ് യൂസ് ചെയ്യുക, എന്നാൽ ബി മാത്രം യൂസ് ചെയ്യുന്ന ചില സെന്റൻസുകളും ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇപ്പോ ഞാൻ തിരക്കിലായിരുന്നു. ഐ വാസ് ബിസി. ഞാൻ തിരക്കിലായിരുന്നു. അവൻ ലേറ്റ് ആയിരുന്നു. അവൻ വൈകിയിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഹി വാസ് ലേറ്റ്. ഹി വാസ് ലേറ്റ്. എങ്ങനെ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം? അപ്പൊ ബി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ബിയുടെ യൂസസ് എന്ന് പറയുന്നത് ടു ബി എന്ന് ആഡ് ചെയ്യാറുണ്ട്, അല്ലെ? ടു ബി എന്താണ്? ടു ബി ആകാൻ. നമ്മളിപ്പം തൊട്ട് മുമ്പേ അവൻ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടു ബി യൂസ് ചെയ്തിട്ട്, അല്ലെ? സെന്റൻസ് ഈ ടു ബി നമ്മൾ എവിടെയെല്ലാമാണ് യൂസ് ചെയ്യാറ്? ടു ബി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിയെ മാറ്റിയിട്ട് ഓക്സിലറി ആഡ് ചെയ്യാമോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെ? അങ്ങനെ ഒരു ആഗ്രഹം അവനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹമാണല്ലോ. ഐ വോണ്ട് ടു ബി എ ഫുട്ബോളർ. ഐ വോണ്ട് ടു ബി എ ഫുട്ബോളർ. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ടു ബി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൾ ഒരു ഡോക്ടർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. അവൾ ആയിട്ടില്ല, അവൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഹോപ്പാണ് നമ്മൾ, അല്ലെ, പറയേണ്ടത്. പ്രതീക്ഷയാണല്ലോ. അപ്പം ഷീ ഹോപ്സ് ടു ബി എ ഡോക്ടർ. ഷീ ഹോപ്സ് ടു ബി എ ഡോക്ടർ. അവളൊരു ഡോക്ടർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, ഇനി ഒരു ജോലിക്ക് പോവാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോവാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോവാനിരിക്കുകയാണ്. അല്പം സമയം വൈകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അവൻ വൈകാൻ പോവുകയാണ്. കാരണം എന്താ, ബസ് ലേറ്റ് ആയിട്ടുണ്ട്, അപ്പൊ അവൻ വൈകാൻ പോവുകയാണ്. ഇതൊക്കെ പറയാനുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം? ഹി ഈസ് ഗോയിങ് ടു ബി ലേറ്റ്. ഹി ഈസ് ഗോയിങ് ടു ബി ലേറ്റ്. അവൻ വൈകാൻ പോവുകയാണ്. ഓക്കെ, അവർ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവർ സൂക്ഷിക്കണം അല്ലെ. എന്തെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ പറയാറുണ്ട് അവർ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ദേ നീഡ് ടു ബി കെയർഫുൾ. അവർ സൂക്ഷിക്കണം. ഓക്കെ, ഞാൻ ശാന്തനായിരിക്കാനുള്ള ശ്രമം നടത്തി. എപ്പോഴും പടപടയാണ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ ശാന്തനായിരിക്കാനുള്ള ശ്രമം നടത്തി, ആയിട്ടില്ല. ഐ ട്രൈഡ് ടു ബി കാം. ഓക്കെ, നീ ശക്തനായിരിക്കണം. നമ്മളോട് ഒരാൾ പറയാൻ നീ സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ, നീ ശക്തനായിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. നിർബന്ധമായിട്ടും അങ്ങനെ ആയിരിക്കണം, അതാണ് നിന്റെ വിജയത്തിന് ഒരു കാരണം എന്നുള്ള ഒരു പേഴ്സ് നമുക്ക് തരികയാണെങ്കിൽ യു ഹാവ് ടു ബി സ്ട്രോങ്. നീ ശക്തനായിരിക്കണം. ഓക്കെ, നീ സ്ട്രോങ് ആകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ 5 മണിക്ക് അവിടെ ഉണ്ടാകാൻ പ്ലാൻ ചെയ്യുന്നു. We plan to be there by 5 o'clock. ഞങ്ങൾ 5 മണിക്ക് അവിടെ ഉണ്ടാകുമെന്ന് പദ്ധതിയിടുന്നു, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി, നമുക്ക് ടെൻഷനൊക്കെ ഉള്ള സമയത്ത് നമ്മളൊന്ന് പുറത്ത് പോയി, അവിടെ ബീച്ചില്, പാർക്കിൽ, ഇവിടെ ഇരിക്കുമ്പം നമുക്കൊരു ഹാപ്പിനെസ് വരികയാണ്. ആ സമയത്ത് നമ്മൾ എങ്ങനെ പറയാണ്? ഇവിടെ ഇരിക്കുന്നത് സന്തോഷകരമാണ്. ഇവിടെയൊക്കെ നോക്കൂ നിങ്ങൾ, സെന്റൻസ് ഒന്നിരിക്കൽ വരാനിരിക്കുന്ന ഒരു കാര്യം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോ ഇവിടെ ഇരിക്കുന്നത് സന്തോഷകരമാണ്. ഇറ്റ്സ് നൈസ് ടു ബി ഹിയർ. ഇവിടെ ഇരിക്കുന്നത് സന്തോഷകരമാണ്. ഓക്കെ, അവൻ ഒറ്റയ്ക്കിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ പറയാ? ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെ, വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ആകുക, കുറച്ച് കരയുക, ഇതൊക്കെ നമുക്കൊരു സമാധാനമാണ്. ഓക്കെ, അപ്പോ അവൻ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാം? ഹി വാണ്ട്സ് ടു ബി എലോൺ. അവൻ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, അവൾ സന്തോഷവതിയായി നടിച്ചു. അവൾക്ക് സന്തോഷമൊന്നുമില്ല, പക്ഷെ അവൾ ആളുകൾ മുന്നിൽ സന്തോഷവതിയായി നടിച്ചു എന്നെങ്ങനെ പറയാ? ഷീ പ്രെറ്റൻഡഡ് ടു ബി ഹാപ്പി. പ്രെറ്റൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവതിയായി അഭിനയിച്ചു അല്ലെങ്കിൽ നടിച്ചു എന്നൊക്കെ പറയുന്നതിന് നമ്മൾ പ്രെറ്റൻഡഡ് എന്ന് പറയുന്നത്. അപ്പം ഷീ പ്രെറ്റൻഡഡ് ടു ബി ഹാപ്പി. അവൾ സന്തോഷവതിയായി നടിച്ചു. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് ബി ഏതൊക്കെ വിധത്തിൽ നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ബിയുടെ കൂടെ ഉള്ളത് തന്നെയാണ് ബീനും ബീയിങ്ങും. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. അവൻ വീട്ടിലില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഈ തോന്നുന്നു എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അവൻ വീട്ടിലില്ലെന്ന് തോന്നുന്നു ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പരമാവധി ഷെയർ ചെയ്യുക. തൊട്ട് മുന്നത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു.